ഹായ് ഹലോ ഇന്ന് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കരിമീൻ ഫ്രൈ ആയാലോ? അപ്പോൾ 2 വലിയ കരിമീൻ 2 ചെറുതുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഇട്ടാണ് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിലോട്ട് ഇതിലുള്ള മസാല റെഡിയാക്കിയാലോ? അപ്പോൾ കഴുകി വച്ചിരിക്കുന്ന മീനിലോട്ട് ആദ്യം തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അതിനുശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീനിൽ എന്തിനാണ് ചിക്കൻ മസാല ഇടുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് അറിയത്തില്ല. കഴിക്കാൻ കുറച്ച് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് വെറുതെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൈകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ മീനൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ മീനായിട്ട് അതിലോട്ട് പറക്കിയിടുവാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ കരിമീൻ കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. കഴിച്ചിട്ടില്ലാത്തവരുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേനും നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേനും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മീൻ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വെന്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലോട്ടാണ് നമ്മുടെ ഈ ഫ്രൈ ചെയ്ത മീൻ എടുത്ത് വയ്ക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു, നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.